LibreOffice മാത്തിനെ കുറിച്ചുള്ള ശബ്ദ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുക എങ്ങനെയാണ് മാട്രിക്സ് എഴുതുക, മാത്രമല്ല ഒരു പ്രത്യേക ക്യാരക്ടറിൽ ഇക്വേഷനുകൾ അലൈൻ ചെയ്യുക എന്നും. ഇതിനായി നമുക്ക് ആദ്യം മുൻ ട്യൂട്ടോറിയലുകളിൽ ഉണ്ടാക്കിയ റൈറ്റർ ഡോക്യുമെന്റ് തുറക്കാം. mathxml.odt. നമ്മൾ മുമ്പ് മാത്ത് ഉപയോഗിച്ച് എഴുതിയ എല്ലാ ഫോർമുലകളും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പ്രമാണത്തിന്റെ അവസാന പേജിലേക്ക് സ്ക്രോൾ ചെയ്തു പോയി പുതിയൊരു പേജിലേക്ക് പോകാൻ കൺട്രോൾ അമർത്തുകയും ചെയ്യുക. മാത്തിനെ ഇൻസേർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്നിട്ട് ഒബ്ജക്റ്റും തുടർന്ന് ഫോർമുലയും വിളിക്കുക. ഗണിതശാസ്ത്രത്തിൽ മെട്രിക്സ് എന്നത് ദീർഘചതുരാകൃതിയിലുള്ള സംഖ്യകളോ അല്ലെങ്കിൽ ചിഹ്നങ്ങളോ ആണ്. അവയെ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. മാത്തിന് ഒരു മാട്രിക്സിനെ പ്രകടിപ്പിക്കാൻ അതിൻ്റെതായ വരികളും കൂടാതെ ഘടകങ്ങളുടെ കള്ളികളും ഉണ്ട്. ഇതിനോടകം തന്നെ എഴുതിയ ഉദാഹരണങ്ങൾ ഉള്ളതിനാൽ എനിക്ക് സമയം ലാഭിക്കാൻ സാധിക്കും. ഞാൻ അവ കോപ്പി പേസ്റ്റ് ചെയ്യും. ഈ മാട്രിക്സിന് 2 വരികളും 3 കള്ളികളും ഉണ്ട്. നമ്മൾ മാർക്കപ്പായി മാട്രിക്സ് ഉപയോഗിക്കുകയും ഫോർമുല എഡിറ്റർ വിൻഡോയിൽ എല്ലാ ഘടകങ്ങളും വളഞ്ഞ ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഒരു വരിയിലുള്ള ഘടകങ്ങൾ ഒരു ഹാഷ് ചിഹ്നം കൊണ്ട് വേർപെടുത്തപ്പെട്ടിരിക്കുമെന്ന് ശ്രദ്ധിക്കുക. കൂടാതെ വരികൾ 2 ഹാഷ് ചിഹ്നങ്ങൾ കൊണ്ടും. ബ്രാക്കറ്റിലുള്ള മെട്രിക്സുകൾ അടയ്ക്കാൻ പാരാന്തസിസ് ഉപയോഗിക്കുക. ഇനി ബ്രാക്കറ്റുകൾ ചെറുതാണെന്നും മാട്രിക്സിലെ എല്ലാ ഘടകങ്ങളും പൂർണ്ണമായും ഒതുങ്ങുന്നില്ല എന്നും ശ്രദ്ധിക്കുക. ഓരോ ഘടകങ്ങളും ഒരേ വലിപ്പമുള്ളവയാണ്, അതിനാൽ മാട്രിക്സിന്റെ അളവിൽ അളക്കാവുന്നത് അല്ല. ഇത് പരിഹരിക്കാൻ നമുക്ക് ലെഫ്റ്റ്, റൈറ്റ് എന്നീ വാക്കുകൾ ഉപയോഗിക്കാം. ഇത് ഓപ്പൺ ബ്രാക്കറ്റിന് മുമ്പ് ലെഫ്റ്റ് ആണ്, കൂടാതെ ബ്രാക്കറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് റൈറ്റും ആയിക്കൊണ്ട് ബ്രാക്കറ്റുകൾ അളക്കാവുന്നവ ആകുന്നു. അടുത്ത ഉദാഹരണം ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യട്ടെ. അതിനാൽ 4:1 മാട്രിക്സ് എന്നത് സ്ക്രീനിൽ കാണുന്നത് പോലെ ഇരിക്കും. റൈറ്റർ ചാരബോക്സിലുള്ള അളക്കാവുന്ന ബ്രാക്കറ്റുകൾ ശ്രദ്ധിക്കുക. മാട്രിക്സിന് ഉള്ള മാർക്കപ്പ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് പാരാന്തസിസിനു പകരം ചതുര ബ്രാക്കറ്റുകൾ ഉപയോഗിക്കാം. അതിനാൽ മാട്രിക്സ് മാർക്കപ്പ് ഉപയോഗിച്ച് നമുക്ക് ഏത് അളവുകളുടെയും മാട്രിക്സ് എഴുതാൻ സാധിക്കും. മാട്രിക്സ് അഡിഷൻ നമുക്ക് ഒരു ഉദാഹരണം എഴുതാം. ഫോർമുല എഡിറ്റർ വിൻഡോയിൽ ഒരു പുതിയ വരിയിലേക്ക് നമുക്ക് പോകാം. ഒഴിഞ്ഞ വരികൾ ചേർക്കാൻ നമുക്ക് എൻ്റർ കീ 2 തവണ അമർത്താം. നമുക്ക് ആദ്യം സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 ഉദാഹരണങ്ങൾ 2/3 മെട്രിക് വശങ്ങളിലായി നൽകാം. അടുത്തതായി നമുക്ക് ഈ 2 മെട്രിക്സിനും ഇടയിലായി പ്ലസ് ചിഹ്നം അധികം ചേർക്കുന്നു എന്നത് സൂചിപ്പിക്കാനായി നൽകുക. ഇത് ചെയ്യാൻ നമുക്ക് അനായാസമായി റൈറ്റർ ഗ്രേ ബോക്സിൽ ഉള്ള വിടവിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഫോർമുല എഡിറ്റർ വിൻഡോയിൽ ഉള്ള കഴ്സർ ഇവിടെ 2 മാട്രിക്സ് ഉയർച്ചകൾക്കിടെ വെച്ചിരിക്കുകയാണ്. ഈ 2 മാട്രിക്സുകൾക്കിടെ പ്ലസ് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു പ്ലസ് ചിഹ്നം ഉണ്ട്. അടുത്തതായി നമുക്ക് ഈക്വൽ ടു ചിഹ്നം നീണ്ട വിടവുകളുടെ അറ്റത്ത് ചേർക്കാം. എന്നിട്ട് വലത്തായുള്ള മൂന്നാമത്തെ മെട്രിക്സ് അധികമുള്ളതെന്ന് സൂചിപ്പിക്കുന്നു. നമ്മുടെ ഉദാഹരണത്തിൽ ഗ്രീക്ക് ക്യാരക്ടറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. അതിനാൽ ചേർത്തതിന്റെ ഫലങ്ങൾ 2 മെട്രിക്സുകളിലും ഉണ്ട്. നമുക്ക് ജോലി സേവ് ചെയ്യാം. അടുത്തതായി നമുക്ക് മാട്രിക്സിനെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിന് ഒരു ഉദാഹരണം കാണാം. നമ്മൾ
2/3 മാട്രിക്സ് എന്ന് എഴുതുകയും അതിനെ 4 കൊണ്ട് ഗുണിക്കുകയും ചെയ്യും. നമ്മൾ ആദ്യം 4 ടൈംസ് എന്നത് മാട്രിക്സിനെ തുടർന്ന് എഴുതും. നമുക്ക് മാട്രിക്സ് FEWയിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. അടുത്തതായി നീണ്ട വിടവുകളുള്ള അവസാനത്തിൽ മാട്രിക്സ് ഉൽപ്പന്നത്തെ തുടർന്ന് ഈക്വൽ ടു ചിഹ്നം നൽകുക. മാട്രിക്സ് ഉൽപ്പന്നത്തിന് വേണ്ടി ഞാൻ മാർക്കപ്പ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അതിനാൽ 2/3 മാട്രിക്സിനെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുന്ന ഒരു ഉൽപ്പന്നം ഉണ്ട്. ഇനി നമുക്ക് മെട്രിക്കുകൾ ഫോർമാറ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഫോണ്ട് വലുപ്പങ്ങൾ, അലൈൻമെന്റ് അല്ലെങ്കിൽ സ്പേസിംഗ് മുതലായവയിൽ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് നമുക്ക് സ്പേസിംഗ് തിരഞ്ഞെടുക്കാം. വലത് വശത്തെ ഡ്രോപ്പ് ഡൗൺ വിഭാഗത്തിൽ മാട്രിക്സ് തിരഞ്ഞെടുക്കാം. എന്നിട്ട് ലൈൻ സ്പേസിംഗ് 20%, കോളം സ്പേസിംഗ് 50% ആക്കി മാറ്റുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. മെട്രിക്സും കൂടാതെ അവയുടെ ഘടകങ്ങളും എങ്ങനെയാണ് സ്പേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഫയൽ കൂടാതെ സേവ് എന്നിവയിൽ ക്ലിക്ക് ചെയ്ത് ജോലി സേവ് ചെയ്യാം. ഇനി നമുക്കും മെട്രിക്സ് ഉപയോഗിച്ച് 2 or 3 ഇക്വേഷനുകൾ എഴുതുകയും ഒരു പ്രത്യേക ക്യാരക്ടറിൽ അവയെ അലൈൻ ചെയ്യുകയും ചെയ്യാം. ഉദാഹരണത്തിന് നമുക്ക് സമാന്തരമായ ഇക്വേഷനുകൾ എഴുതുകയും അവയെ ഈക്വൽ ടു ക്യാരക്ടറിൽ അലൈൻ ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഒരു ജോഡി ഇക്വേഷനുകൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ എഴുതാം. അവ ഈക്വൽ ടു ക്യാരക്ടറിൽ നല്ല രീതിയിൽ അലൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നതായി ശ്രദ്ധിക്കുക. അതിനാൽ നമുക്ക് ഇവിടെ അവയെ അലൈൻ ചെയ്യാൻ മാട്രിക്സ് മാർക്കപ്പ് ഉപയോഗിക്കാം. നമുക്ക് ഓരോ ഭാഗവും ഇക്വേഷനിൽ വേർപെടുത്താം. കൂടാതെ ഭാഗങ്ങൾ മാട്രിക്സിന്റെ ഭാഗമായി കണക്കാക്കുകയും ചെയ്യാം. ഇവിടെ 2x എന്നത് ഒരു ഭാഗമാണ്, y ഒരു ഭാഗമാണ്, ഈക്വൽ ടു ക്യാരക്ടർ ഒരു ഭാഗമാണ്, അങ്ങനെയൊക്കെ ആണ്. എന്റർ 2 തവണ അമർത്തുക. മാർക്കപ്പ് കോപ്പി പേസ്റ്റ് ചെയ്യുക. കൂടാതെ പുതിയ മാർക്കപ്പ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇരിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ മാട്രിക്സ് മാർക്കപ്പ് ഉപയോഗിച്ചു ഓരോ ഇക്വേഷൻ ഭാഗത്തെയും ഒരു ഘടകമായി കാണുകയും അവയെ ഹാഷ് ചിഹ്നങ്ങൾ കൊണ്ട് വേർപെടുത്തുകയും ചെയ്തു. 2 ഇക്വേഷനുകളെയും വേർപെടുത്താൻ നമ്മൾ ഡബിൾ ഹാഷ് ചിഹ്നങ്ങൾ ഉപയോഗിച്ചു. അതിനാൽ തന്നെ അവ മികച്ച രീതിയിൽ അലൈൻ ചെയ്തിട്ടുള്ള ഇക്വേഷനുകളുടെ ഒരു കൂട്ടവും ആണ്. നമുക്ക് മറ്റൊരു കൂട്ടം ഇക്വേഷനുകൾ എഴുതാം. ഇവിടെ നമുക്ക് ഈക്വൽ ടു ക്യാരക്ടറിന് ഇടത്തും വലത്തുമായി നിർത്താൻ തുല്യസംഖ്യകൾ ഇല്ല. സ്ക്രീനിൽ ഉള്ള ഇക്വേഷനുകൾ ശ്രദ്ധിക്കുക. മാത്രമല്ല അവ ഈക്വൽ ടു ക്യാരക്ടറിനോട് അലൈൻ ചെയ്തിട്ടും ഇല്ല. നമുക്ക് മാർക്കപ്പ് വീണ്ടും എഴുതി അവയെ അലൈൻ ചെയ്യാം. എന്റർ 2 തവണ അമർത്തുക. ഞാൻ മാർക്കപ്പ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ അലൈൻ R കൂടാതെ അലൈൻ L എന്നിവയാണ് ഈക്വൽ ടു ക്യാരക്ടറിന്റെ ഇടതു വലത് ഭാഗങ്ങളിൽ നൽകിയത്. മാത്രമല്ല അത് നമ്മുടെ മികച്ച രീതിയിൽ അലൈൻ ചെയ്തിട്ടുള്ള ഇക്വേഷനുകളുടെ ഒരു കൂട്ടവുമാണ്. നിങ്ങൾക്കുള്ള ജോലി ഇതാ. 2x3 മാട്രിക്സിനെ ഒരു 3x1 മാട്രിക്സ് കൊണ്ട് ഗുണിക്കാനുള്ള ഘടകങ്ങൾ എഴുതുക. ഫോണ്ടുകൾ, വലുപ്പങ്ങൾ, സ്പേസിംഗ് മുതലായവ മാറ്റാൻ ഫോർമാറ്റിംഗ് ഉപയോഗിക്കുക. 3 ഇക്വേഷനുകളുടെ ഒരു കൂട്ടം എഴുതുക. ഈക്വൽ ടു ക്യാരക്ടറുകളിലേക്ക് ഇക്വേഷനുകളെ അലൈൻ ചെയ്യിക്കുക. ഇത് നമ്മളെ മാട്രിക്സ് കൂടാതെ ലിബ്ര ഓഫീസ് മാത്തിൽ അലൈനിംഗ് ഇക്വേഷനുകളെ കുറിച്ചുള്ള ട്യൂട്ടോറിയലിന്റെ അവസാനത്തിൽ എത്തിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ നമ്മൾ താഴെ പറയുന്ന വിഷയങ്ങൾ പഠിച്ചു. ഒരു മാട്രിക്സ് എഴുതുകയും ഒരു പ്രത്യേക ക്യാരക്ടറുകളിൽ ഇക്വേഷനുകളെ അലൈൻ ചെയ്യുകയും ചെയ്യുക. ടോക്ക് ടു എ ടീച്ചർ പ്രോജക്ടിന്റെ ഭാഗമാണ് ശബ്ദ ട്യൂട്ടോറിയൽ പ്രോജക്ട്. നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഇന്ത്യൻ സർക്കാരാണ് ഇതിന് ആവശ്യമായ പിന്തുണ നൽകുന്നത്. ഈ പ്രോജക്ട് സംഘടിപ്പിച്ചത് spoken-tutorial.org. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ലഭ്യമാണ്. ഈ സ്ക്രിപ്റ്റ് സംഭാവന ചെയ്തത് സജിലയാണ്. നന്ദി.